ഗുരുവിനെ പകർത്തിയ നേതാവ് വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നത് ഔചിത്യപൂർണമായ നടപടി. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്. നമ്മളെല്ലാം ഇത് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ഈ പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരു ജാതിമത ഭേദമന്യേ കേരളത്തിലെ എല്ലാവരും ആദരിക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ്, വലിയൊരു ദാർശനികനാണ്. നമ്മുടെ സംസ്ഥാനം രാജ്യത്തിനും ലോകത്തിനും സംഭാവന ചെയ്ത ഒരു മഹാപ്രതിഭയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഈഴവ സമൂഹത്തിൻ്റെത് മാത്രമല്ല, മുഴുവൻ മലയാളികളുടെയും സ്വന്തമാണ്, മലയാളികളുടെ അഭിമാനമാണ്. ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ആ ഒരു വ്യക്തിയെ അതേപടി പകർത്തിയ ആളായിട്ടാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ അവതരിപ്പിച്ചത്. ഒരു വിദേശി, അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒന്നും അറിയില്ല, അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. പക്ഷേ വെള്ളാപ്പള്ളിയെ മാത്രം അറിയാം എന്ന് വിചാരിക്കുക. ആ വിദേശി നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടാൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? ശ്രീനാരായണ ഗുരു ഒരു അബ്കാരി കോൺട്രാക്ടറാണെന്നും കള്ള് കച്ചവടക്കാരനാണെന്നും മണി ചെയിൻ തട്ടിപ്പുകാരനാണ് എന്നും മനസ്സിലാക്കും. സത്യത്തിൽ ശ്രീനാരായണ ഗുരു എന്ന ആ മഹാമനീഷിയെ വല്ലാതെ അപമാനിച്ച ഒരു പ്രസ്താവനയായിപ്പോയി. ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാനല്ല വന്നത്. ഞാൻ സംസാരിക്കാൻ വന്നത് നമ്മളെല്ലാം ഇന്നലെ കണ്ട ലോക്കപ്പ് വർധനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാനാണ്. ഇപ്പോൾ വന്ന വഴിക്കാണ് ഇത് കണ്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സാന്ദർഭികമായി അത്രയും പറഞ്ഞു പോകണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുവിന്, അതുപോലെ തന്നെ കുമാരനാശാനെയും, സത്യത്തിൽ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ഒക്കെ എഴുതിയ 4 വരി വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ സുകുമാർ അഴീക്കോടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നടേശനില്ല. അതാണ് ആ വ്യത്യാസം. ഓക്കെ, ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ വ്യത്യസ്ത ദൃശ്യങ്ങൾ പല രൂപത്തിലുള്ള അടിക്കുറിപ്പുകളോടുകൂടി, വിശദീകരണങ്ങളോടുകൂടി, വാർത്തയുടെ പല രൂപത്തിൽ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നിലും ഞാൻ കണ്ടപ്പോൾ പരാമർശിക്കാതെ പോയ എന്ന് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായി, ആ പോലീസ് സ്റ്റേഷന്റെ മുറ്റം മുതൽ അകത്തെ മുറികളിൽ നിന്ന് എല്ലാമുള്ള ദൃശ്യങ്ങൾ, മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനർത്ഥം മർദ്ദിക്കുമ്പോൾ അവിടെ എല്ലാം CCTV വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പോലീസുകാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിൻ്റെ ഒരു ഭയമോ ഒരു മുൻകരുതലോ ഒന്നും പോലീസുകാർ സ്വീകരിക്കുന്നില്ല. ഈ ദൃശ്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല, അതവിടെ ഇരുന്നോളും, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന കൃത്യമായ ബോധ്യം ആ പോലീസുകാരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ നിർഭയത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആ മർദ്ദനമേറ്റ വ്യക്തി 2 വർഷം പോരാടേണ്ടി വന്നത് കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യം സാധിക്കുന്നുണ്ടോ എന്ന കാര്യം വളരെ സംശയാസ്പദമാണ്. കാരണം അത് അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും അതിൽ യാതൊരു ഭയവുമില്ലാതെ അതിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മർദ്ദിക്കാൻ അവർക്ക് ധൈര്യം കിട്ടുന്നുവെങ്കിൽ അതവിടെ ഒരു വെറും നോക്കുകുത്തി മാത്രമാണ്. ഈ മർദ്ദനമേറ്റ വ്യക്തിയുടെ നിശ്ചയദാർഢ്യവും പോരാട്ടവും കൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ലോക്കപ്പ് മർദ്ദനമോ പോലീസ് ഭീകരതയോ ഒന്നുമല്ല. എത്രയോ ലോക്കപ്പ് മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട്, മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ ശാരീരികമായി തളർന്നു പോകുന്ന അവസ്ഥയിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നത് മാത്രമാണ്. അതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവുമില്ല. പോലീസിൽ പലരുടെയും ഒരു മനോഭാവം സാധാരണ ജനങ്ങളെക്കുറിച്ച് അവർ വളരെ വളരെ നിസ്സാരന്മാരായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അടിച്ചാൽ കൊണ്ടിട്ട് മിണ്ടാതെ പൊയ്ക്കൊള്ളണം, തെറി വിളിച്ചാൽ കേട്ടിട്ട് പൊയ്ക്കൊള്ളണം, ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്നത് അത് അവരെ അപമാനിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. എല്ലാവരും അല്ല, കുറേ പേര് അങ്ങനെയുണ്ട്. തിരിച്ചു ചോദിച്ചാൽ അത് അവരെ അപമാനിച്ചതായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ തിരിച്ചു ചോദിക്കാൻ ധൈര്യം കാണിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകനെ അവർ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഈ ദൃശ്യങ്ങൾ ഒട്ടും ആശ്വാസമല്ലാത്ത ഒരു സന്ദേശം വളരെ നിശബ്ദമായി സമൂഹത്തിന് നൽകുന്നുണ്ട്. അത്
ഇത്തരം വിഷയങ്ങളിൽ ഇടപെടരുത്, സ്വന്തം കാര്യം നോക്കി പോവുക, എന്ത് തിന്മ കണ്ടാലും അത് കണ്ടില്ലെന്ന് നടിക്കുക, പോവുക. എന്തിനാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് കൊല്ലാപ്പുണ്ടാക്കുന്നത്? സ്വന്തം കാര്യം നോക്കുക, എന്തോ നടന്നോട്ടെ. ഈ ഒരു മനോഭാവം ഇത്തരം സംഭവങ്ങളിലൂടെ, ഈ ദൃശ്യങ്ങളിലൂടെ വളരെ നിശബ്ദമായി സമൂഹത്തിലേക്ക് പകരുന്നുണ്ട്. അത് വലിയൊരു അപകടമാണ്. മറ്റൊരു പ്രധാന വിഷയം, നമ്മളൊക്കെ ഈ ദൃശ്യം ഇപ്പോഴാണ് കാണുന്നത്. പക്ഷെ പോലീസിന്റെ തലപ്പത്തും അധികാരി വർഗത്തിലുള്ളവരും അധികാരി ശ്രേണിയിലുള്ളവരും ഈ ദൃശ്യങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തില്ല എന്നതാണ്. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ നമ്മൾ കണ്ട ഇതേ ദൃശ്യങ്ങൾ തന്നെ അധികാര സ്ഥാനത്തുള്ളവർ മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഒരു നടപടിയും ആ വിഷയത്തിൽ ഉണ്ടായില്ല എന്നതാണ്. ഭരണകൂടത്തെ സംരക്ഷിക്കുന്ന പാർട്ടിക്കും അവരുടെ ജനപ്രതിനിധികൾക്കും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ നിത്യസംഭവമാണ്. നിത്യവും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. മർദ്ദനമേറ്റത് ഒരു കോൺഗ്രസ്സുകാരനാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ കണ്ട ഒരു തിന്മയ്ക്കെതിരെ പ്രതികരിച്ചതാണ്. അദ്ദേഹം ഏതെങ്കിലും കേസിലെ പ്രതി പിന്നീടാക്കുന്നതാണ്. അദ്ദേഹം ഒരു അനീതി കണ്ടപ്പോൾ ഇടപെടുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഈ അനുഭവം ഉണ്ടായത് എന്നതാണ് ഏറെ വേദനാജനകം. ഇദ്ദേഹം ഒരു ശരാശരി കോൺഗ്രസ്സുകാരന്റെ പ്രതിനിധിയാണ്. രാജ്യത്തുള്ള, നമ്മുടെ സംസ്ഥാനത്തുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി. പക്ഷെ ഇത്തരം ആളുകൾ സിന്ദാബാദ് വിളിക്കുന്ന, ഇത്തരം ആളുകളുടെ ആരാധനാപാത്രമായ വേറൊരു കൂട്ടം കോൺഗ്രസ്സുകാർ കൂടിയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഞാൻ പറയുന്നത് നേതാക്കളെ കുറിച്ചാണ്. അധികാരമില്ലെങ്കിൽ, സ്ഥാനമാനങ്ങളില്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകുന്നത് പോലെ ജീവിക്കുന്ന കുറെ കോൺഗ്രസ്സുകാർ. അവർ മന്ത്രി കസേരയിൽ നിന്നോ MLA MP സ്ഥാനങ്ങളിൽ നിന്നോ പുറത്തു ആയിക്കഴിഞ്ഞാൽ കരയിൽ വീഴുന്ന മീനുകളെ പോലെ ഇങ്ങനെ പിടച്ച് മരിച്ചു പോകും. അങ്ങനെയുള്ള കുറെ കോൺഗ്രസ്സുകാരുണ്ട്. ഈ അടികൊള്ളുന്ന കോൺഗ്രസ്സുകാർ MLAയും MP-യും മന്ത്രിയും ഒക്കെ ആക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ. നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ MP ആണെങ്കിലും നിയമസഭയിലേക്ക് മത്സരിക്കും. കാരണം സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയുണ്ടായാൽ അവിടെ മന്ത്രിയാകാൻ വേണ്ടിയാണ്. തിരിച്ചും സംഭവിക്കും. ഇവിടെ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു മന്ത്രിസഭ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ മത്സരിക്കും. ഇവിടെ ഒരു ഭാഗത്ത് പോലീസിന്റെ മർദ്ദനമേറ്റ് ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ, അതിനുവേണ്ടി ശ്രമിക്കാതെ, മാതാപിതാക്കളെ മറന്ന്, ഭാര്യയെയും മക്കളെയും മറന്ന്, കുടുംബത്തെ മറന്ന് ഈ നേതാക്കൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച് ചുമരെഴുതി പോലീസിന്റെ തല്ലുകൊണ്ട് ഒന്നുമാകാതെ, ആരുമറിയാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് സാധാരണ കോൺഗ്രസ്സുകാർ. ഈ കേസിലെ വ്യക്തി തന്നെ ഇങ്ങനെ ഒരു മർദ്ദനവും ഈ ഒരു വ്യക്തിയും പുറത്തറിഞ്ഞത് ഈ വീഡിയോ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മർദ്ദനമേറ്റ് നിശബ്ദമായി രോഗിയായി മരിച്ചു പോകുന്ന ആയിരങ്ങളിൽ, 10,000-ങ്ങളിൽ ഒന്നായി അദ്ദേഹം പോകുമായിരുന്നു. ഈ വീഡിയോ വന്നതുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഈ ഇരകളായ കോൺഗ്രസ്സുകാർ, അവരുടെ നേതാക്കളാണ് ഇങ്ങനെ അധികാരത്തിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ മാത്രം കാര്യമല്ല, എല്ലാ പാർട്ടിയും. ഇവിടെ കോൺഗ്രസിനെ കുറിച്ച് മാത്രമേ പറയുന്നു എന്നേ ഉള്ളൂ. ഏത് രാഷ്ട്രീയക്കാരന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒരു കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം MP ആയിരുന്നു, MLA ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതായപ്പോൾ ആ നിമിഷം മറുകണ്ഠം ചാടി. അദ്ദേഹത്തിന് CPM ഇപ്പോൾ പ്രോത്സാഹന സമ്മാനം കൊടുത്തു ഡൽഹിയിൽ ഇരുത്തിയിരിക്കുന്നു. മറ്റൊരാൾ കോൺഗ്രസിന് അധികാരമുണ്ടായിരുന്നപ്പോൾ ഡൽഹിയിൽ വലിയ പ്രമാണിയായിരുന്നു. അവിടെ അദ്ദേഹം രാജ്യസഭയിൽ ചെയറിൽ വരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന് തുടർച്ചയായി 2ാമത്തെ പ്രാവശ്യം അധികാരം പോയപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന് കണ്ട് അദ്ദേഹം അവിടുന്ന് വേറൊരു പാർട്ടിയിൽ കയറി കേരളത്തിൽ വന്നു. LDFന്റെ ഘടകകക്ഷിയായി ലോക്സഭയിലോട്ട് എത്താൻ ശ്രമിച്ചു. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അണികളുടെ സംസ്കാരവും പ്രവർത്തകരുടെ സംസ്കാരവും നേതൃത്വത്തിന്റെ സംസ്കാരവും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാനാണ്. സ്വന്തം പാർട്ടിയെയും രാജ്യത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കും പിന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും ആയിരക്കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ നടക്കുമ്പോഴാണ്
ഇവിടെ സംസ്ഥാനത്തും രാജ്യത്തെയുമുള്ള, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ DCCക്ക് വേണ്ടിയും KPCCക്ക് വേണ്ടിയുമൊക്കെ ഇങ്ങനെ വലിയ പോരാട്ടം നടത്തി. KPC സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ ക്രമസമാധാന പാലനത്തിന് സൈന്യത്തിനെ വിളിക്കേണ്ട അവസ്ഥയാണ്. 150ഉം 200ഉം ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ 200ഉം 300ഉം വൈസ് പ്രസിഡന്റുമാര്. അധികാരമില്ലെങ്കിൽ മരിച്ചു. ഒരു ശരാശരി രാഷ്ട്രീയ പ്രവർത്തകന്, അത് കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിക്കാരനായാലും, അവന് കിട്ടുന്ന എന്താണെന്ന് ഈ ലോക്കപ്പ് മർദ്ദനത്തിലൂടെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇങ്ങനെ മർദ്ദനമേറ്റും സിന്ദാബാദ് വിളിച്ചും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ കുറെ ആളുകളെ, MLAയും MP യും ഒക്കെ ആയിട്ട്. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഞാൻ കുറച്ച് കണക്കുകൾ പറയാം. ഇത് ഏതെങ്കിലും അരാഷ്ട്രീയവാദിയോ അസൂയക്കാരനോ പറഞ്ഞതല്ല. കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന്, നിയമസഭയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത വിവരങ്ങളാണ്. ഒരു MLAയുടെ, ഒരു ശരാശരി MLAയുടെ കാര്യമാണ് ഈ പറയുന്നത്. ശമ്പളം, മാസശമ്പളം 39,500. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആണല്ലോ എന്ന് ധരിക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യും. 2018 ജസ്റ്റിസ് ജെയിംസ് കമ്മീഷൻ ഒരു ശുപാർശ, 2023 ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ ഇതിനുള്ള ഒരു 35% വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശുപാർശ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിന് മുമ്പുള്ളതാണ്. അത് നടപ്പാക്കിയിട്ടുണ്ടോ ഇല്ലയോ, അതിന് മുമ്പുള്ളതാണ്. ഒരു മാസ ശമ്പളം 39,500 രൂപ. അത് കഴിഞ്ഞിട്ട് നിയോജക മണ്ഡല ബത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെന്നാണ് പറയുന്നത്. അത് മാസം 25,000 രൂപ. പിന്നെ ഒരു മാസത്തേക്ക് യാത്രാ ബത്ത, യാത്ര ചെയ്യാനുള്ള ബത്ത 20,000 രൂപ. ഇനി ഈ 20,000 രൂപ വാങ്ങിയിട്ട് യാത്ര ചെയ്താൽ 1 കിലോമീറ്ററിന് 7 രൂപ വെച്ച്, അതായത് യാത്ര ചെയ്യാൻ കാശ് കൊടുക്കുക, എന്നിട്ട് ആ കാശ് കൊണ്ട് യാത്ര ചെയ്തില്ലെങ്കിൽ അത് പോക്കറ്റ് വയ്ക്കാം. ഇനി അതുകൊണ്ട് യാത്ര ചെയ്താൽ 1 കിലോമീറ്ററിന് 7 രൂപ. അത് കഴിഞ്ഞിട്ട് വിമാനയാത്രയ്ക്ക് 50,000 രൂപ. അത് കുറച്ച് കുറഞ്ഞു പോയി. ഇനി അടുത്തത് പെട്രോളിന്റെ വൗച്ചറായിട്ട് ഒരു 2,75,000 രൂപ. അത് ഒരു വർഷത്തേക്കാണ്. 2,75,000 രൂപ. പിന്നെ ഒരു ദൈനംദിന ബത്ത എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഒരു 1,000 രൂപയുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ്. നമ്മൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് വോട്ട് കൊടുത്തിട്ട് ജയിപ്പിക്കുന്നത്. അത് പങ്കെടുക്കുന്നതിന് 1,000 രൂപ ഡെയിലി. കേരളത്തിന് പുറത്ത് ഔദ്യോഗിക യാത്ര നടത്തുമ്പോൾ ദിവസം ഒരു 1,200 രൂപ ചില്ലറ ചെലവുകൾ. നിയമസഭാ കമ്മിറ്റികളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ 750 രൂപ. KSRTCയുടെ ബോട്ട് സർവീസ്, അതിലെല്ലാം യാത്രാ സൗജന്യമാണ്. ഇനി MLA വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ മാസം ഒരു 20,000 രൂപ. MLA ഹോസ്റ്റലിൽ താമസിച്ചാൽ അവിടെ ഫ്രീ ആണ്. പുറത്ത് പോകണമെങ്കിൽ പോയി താമസിക്കാം. 20,000 രൂപ അതിന് കിട്ടും. 3 പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാം. അവരുടെ ശമ്പളം 20,000 മുതൽ 30,000 വരെയാണ്, 3 പേര്. പിന്നെ ടെലിഫോണും ഇന്റർനെറ്റിനും മാസം 15,000 രൂപ. ശമ്പളം ഒന്നായിട്ട് കൊടുക്കില്ല, ഇതെല്ലാം ഇങ്ങനെ കൊടുക്കും. 15,000 രൂപ. പിന്നെ ഓഫീസ് ബത്ത എന്ന് പറഞ്ഞിട്ട് ഓഫീസ് നടത്തിപ്പിന്, അതായത് നിയമസഭയിലേക്ക് വേണ്ടി ഒരു ഓഫീസ് എടുത്ത് നടത്തണം, അതിനു വേണ്ടി ഒരു 10,000 രൂപ. അടുത്ത ചികിത്സാ ചെലവാണ്. MLAക്ക് ഭാര്യയും ഭർത്താവും, സ്ത്രീയാണെങ്കിൽ ഭർത്താവിന്, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക്, മക്കള്, മാതാപിതാക്കൾക്ക്, ഇവർക്കെല്ലാം ചികിത്സ സൗജന്യമാണ്. കൂടുതൽ ചെലവ് 50,000 രൂപ അങ്ങനെ കൊടുക്കാം. അത് അങ്ങനെയൊക്കെ വാങ്ങാം. വലിയ ചികിത്സാ ചെലവ് ആവശ്യം വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ കൊടുക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ട്. പെൻഷൻ, ഏറ്റവും കുറഞ്ഞ പെൻഷൻ 22,500 രൂപയാണ് മാസം. അത് 5 വർഷം നിയമസഭാ അംഗമായിരുന്ന ഒരാളിനാണ്. 6 വർഷമായാൽ 2,000 രൂപ കൂടും. 7 വർഷമായാൽ അത് 4,000 രൂപ ആവും. അതായത് അധികം വരുന്ന ഓരോ വർഷത്തേക്കും 2,000 രൂപ വെച്ച് പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇനി ഈ നിയമസഭാ സാമാജികൻ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, മരിച്ചുപോയി കഴിഞ്ഞാൽ ജീവിത പങ്കാളിക്ക്, ഭാര്യയ്ക്കോ ഭർത്താവിനോ പെൻഷൻ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ സ്റ്റേഷനറി ബത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെൻസിൽ, പേന അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു 5,000 രൂപ. ഇതെല്ലാം പ്രതിമാസമാണ് കേട്ടോ. 5,000 രൂപ. പിന്നെ പോസ്റ്റേജ് ബത്ത എന്ന് വെച്ചാൽ സ്റ്റാമ്പ്. ഇപ്പൊ ആരാണ് സ്റ്റാമ്പ് വെട്ടിച്ച് അയക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനൊരു 2,000 രൂപ ഉണ്ട് മാസം. 2,000 രൂപ എന്ന് പറയുമ്പോൾ 140 പേർക്ക് 2,000 രൂപ വെച്ച് നോക്കണം എത്ര ലക്ഷം രൂപയെന്ന്. പിന്നെ വെള്ളം, വൈദ്യുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗജന്യം. അപ്പൊ ഇങ്ങനെ പോകുന്നു ആനുകൂല്യങ്ങൾ. സാധാരണക്കാരന് ഈ അടിയും. ഇനിയെങ്കിലും MLAമാരെ കാണുമ്പോൾ ഇവര് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ ആസ്ഥാനത്ത്
ഓച്ചാനിച്ച് നിൽക്കുന്ന അസുഖം മാറിക്കിട്ടും. ഇതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവണം. നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റായത് പല്ല് തേക്കാൻ എടുക്കുന്ന ബ്രഷ് മുതൽ നമ്മൾ നികുതി കൊടുത്തു തുടങ്ങുകയാണ്. നമ്മൾ വെള്ളത്തിന്, ബ്രഷിന്, ചായ കുടിക്കുമ്പോൾ ആ തേയിലയ്ക്ക്, പഞ്ചസാരയ്ക്ക്, പാലിന്, അത് കുടിക്കുന്ന ഗ്ലാസ്സിന്, നമ്മൾ സങ്കടം വന്നൊന്ന് കരഞ്ഞാൽ അത് കണ്ണീര് തുടയ്ക്കാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്താൽ അതിനുൾപ്പെടെ നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാക്സ് ഉപയോഗിച്ചാണ് ഇങ്ങനെയെല്ലാം. അതാണ് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? യഥാർത്ഥത്തിൽ നമ്മളാണ് വോട്ട് ചെയ്ത് ജനപ്രതിനിധിയാക്കുന്നത്. അവരുടെ ശമ്പളം നമ്മളാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മുതലാളിയാണ്, അവർ തൊഴിലാളിയാണ്. പക്ഷെ അവരുടെ വേതനം നിശ്ചയിക്കുന്നതിൽ നമുക്ക് ഒരു പങ്കുമില്ല. ലോകത്ത് തൊഴിലാളി തന്നെ വേതനം നിശ്ചയിക്കുന്ന ഒരേ ഒരു തൊഴിലേ ഉള്ളൂ, അതാണ് രാഷ്ട്രീയം. അവർക്ക് ഇഷ്ടമുള്ളത് എഴുതുന്നു, നിയമസഭയിൽ അവതരിപ്പിക്കുന്നു, എല്ലാവരും കൂടി ഒന്നിച്ച് കൈവെക്കുന്നു, പാസ്സാകുന്നു, അടുത്ത മാസം മുതൽ വാങ്ങി തുടങ്ങുന്നു. അടികൊള്ളാൻ ഇതുപോലുള്ള ആളുകൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു അടി കൊണ്ടത് കണ്ടപ്പോൾ ആ വിഷമം തോന്നി. കാരണം അടി കൊള്ളുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിന് മാത്രമല്ല, അവന്റെ അഭിമാനത്തെയും കൂടെ അത് ബാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരീരത്തിന്റെ വേദനയല്ല. ഒരു മനുഷ്യനെ വളഞ്ഞു നിന്ന് അടിക്കുമ്പോൾ അവന്റെ ശരീരത്തിനേക്കാൾ അവൻ തകരുന്നത് മാനസികമായിട്ടാണ്. ഓരോ വ്യക്തിക്കും അവന്റെ വ്യക്തിത്വവും അഭിമാനവും ഉണ്ട്. അടി വീഴുന്ന അതിന്റെ പുറത്താണ്, അതല്ലാതെ ശരീരത്തിന്റെ പുറത്തല്ല. ഞാൻ അതിനെ ആ രീതിയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.